നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷത്തെ അവസാന മൻ കി ബാത്തിൽ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നിരിക്കുകയാണ്. പ്രയാസമേറിയ തീരുമാനമെടുക്കാൻ ഭയമില്ല, ജനങ്ങളുടെ പിന്തുണയാണ് കരുത്ത്. സഖ്യ സർക്കാരുകൾ അധികാരമേറ്റാൽ എന്തുണ്ടാകുമെന്ന് ജനത്തിനറിയാം. 30 വർഷമാണ് അത്തരത്തിൽ രാജ്യത്തിന് നഷ്ടമായത്. അത് ജനങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുകയും ലോകത്തിന് മുന്നിൽ പ്രതിച്ഛായ മോശമാക്കുകയും ചെയ്തു. സഖ്യകക്ഷികളെ മടുത്ത ജനം BJPയെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തട്ടിക്കൂട്ട് ഫോർമുലകൾ തനിക്കില്ല. മൻ കി ബാത്തിൽ രാഷ്ട്രീയം പറയാനും മോദി മറന്നില്ല. പക്ഷെ ഈ മൻ കി ബാത്തിൽ മോദി തമിഴകത്തിന് കുറച്ചധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തമിഴകം മറന്ന ഒരു ധീര വനിതയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ഈ മൻ കി ബാത്തിൽ മോദി തിളങ്ങിയത്. നമ്മുടെ രാജ്യത്തെ ഇതിഹാസ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് റാണി വേലു നച്ചിയാർ. തമിഴ്നാട്ടിൽ നിന്നുള്ള തന്റെ സഹോദരന്മാർ അവരെ ഇപ്പോഴും വീരമംഗൈ എന്ന പേരിലാണ് അനുസ്മരിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി. ആരാണ് മോദി പറഞ്ഞ വീരമംഗയായ റാണി വേലു നച്ചിയാർ? തമിഴ്നാട്ടിലുള്ള ശിവഗംഗയിലെ റാണിയായിരുന്നു. രാമനാഥപുരത്തെ രാജകുമാരിയായിരുന്ന വേലു നച്ചിയാർ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും വിജയിക്കുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക്. ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിക്കുന്ന 1857 വിപ്ലവത്തിനും 77 വർഷം മുൻപ് 1780 അവർ യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത്. തന്റെ ദലിത് കമാൻഡർ ഇൻ ചീഫ് കുയിലിയോടൊപ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചാവേർ ബോംബിങ്ങും ആ യുദ്ധത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. രാജ ചെല്ലമുത്തു വിജയ രഘുനാഥ സേതുപതിയുടെയും റാണി സ്കന്ദലിമുത്തലിന്റെയും ഏക മകളായി 1730കളിലാണ് ഇവർ ജനിക്കുന്നത്. മാതാപിതാക്കൾ ആൺകുട്ടിയെ പോലെ തന്നെ അവളെ വളർത്തി. കുതിരസവാരി, അമ്പെയ്ത്ത്, ആയോധന കലകളായ വാലാരി, സിലമ്പാട്ടം എന്നിവയിൽ പരിശീലനം നേടി. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു എന്നിവയിൽ ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ അവർക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ വേലു നച്ചിയാർ ശിവഗംഗയിലെ രാജകുമാരനായ മുത്തവാടുഗനന്തൂർ ഉദയതേവറിനെ വിവാഹം കഴിച്ചു. അവർക്ക് വെല്ലച്ചി എന്നൊരു മകളുണ്ടായി. മാധവ ഗംഗാധൂർ ഉദയതേവർ ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെട്ട വർഷം വരെ, അതായത് 1750 മുതൽ 1772 വരെ 2 പതിറ്റാണ്ടിലേറെ അവർ രാജ്യം ഭരിച്ചു. ബ്രിട്ടീഷുകാർ ആർക്കോട്ടിലെ നവാബിന്റെ മകനോടൊപ്പം ശിവഗംഗ ആക്രമിക്കുകയും വേലു നച്ചിയാറിന്റെ ഭർത്താവിനെ ഗോപാല നായ്ക്കറിന്റെ സഹായത്തോടെ കയ്യലാർ കോയിൽ യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ കൊന്നതിന് ശേഷം അവർ മകളോടൊപ്പം രാജ്യം വിട്ടുപോകാൻ നിർബന്ധിതയായി. ദിണ്ടിഗലിലെ വിരുപ്പാച്ചിയിൽ സുരക്ഷിത താവളം കണ്ടെത്തിയ അവർ 8 വർഷം ഗോപാല നായ്ക്കറിൽ നിന്നും രഹസ്യമായി കാടിനുള്ളിലെ വന്യജീവി സങ്കേതത്തിൽ രഹസ്യമായി ഒളിച്ചു താമസിച്ചു. ദിണ്ടിഗലിലെ താമസത്തിനിടയിൽ വേലു നച്ചിയാർ അന്നത്തെ മൈസൂർ ഭരണാധികാരി ഹൈദർ അലിയെ കണ്ടുമുട്ടി. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിലും വേലു നച്ചിയാറിന് ഉറച്ച പിന്തുണ നൽകാമെന്ന് ഹൈദർ അലി ഉറപ്പു നൽകി. നച്ചിയാറിനെ ഒരു രാജ്ഞിയെ പോലെ ബഹുമാനിച്ച ഹൈദർ ദിണ്ടിഗൽ കോട്ടയിൽ താമസിക്കാൻ അവരെ ക്ഷണിക്കുകയും ചെയ്തു. 5000 കാലാൾപ്പടയും കുതിരപ്പടയും 400 പൗണ്ടും വീതം പ്രതിമാസ സാമ്പത്തിക സഹായവും ഹൈദർ അലി നച്ചിയാർക്ക് നൽകി. ഹൈദർ നൽകിയ ആയുധങ്ങളും സമ്പത്തും വേലു നച്ചിയാറിനെ ബ്രിട്ടീഷുകാരെ തുരത്താൻ ശക്തമായ സൈന്യത്തെ സംഘടിപ്പിക്കാൻ സഹായിച്ചു. 1780 ബ്രിട്ടീഷുകാരെ നച്ചിയാർ ധീരമായി രൂപപ്പെടുത്തിയ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തി. ബ്രിട്ടീഷുകാർ അവരുടെ വെടിമരുന്ന് എവിടെ സൂക്ഷിച്ചുവെന്ന് നച്ചിയാരുടെ ചാരന്മാർ കണ്ടെത്തി. അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് അവർ തന്റെ വളർത്തു മകളായ ദലിത് കമാൻഡർ ഇൻ ചീഫ് കുയിലിനോടൊപ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചാവേർ ബോംബിംഗ് ആവിഷ്കരിച്ചത്. ചാവേർ ആകാൻ പലരും വിസമ്മതിച്ചപ്പോൾ കമാൻഡർ ഇൻ ചീഫ് കുയിലി ആത്മഹത്യാ ദൗത്യം സ്വയം ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധയായി. വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന ആയുധപ്പുരയിലേക്ക് ചാടുന്നതിന് മുൻപ് അവൾ ദേഹമാസകലം നെയ്യൊഴിച്ച് സ്വയം തീ കൊളുത്തി. വെടിമരുന്ന് ശാലയുടെ അവസാനത്തെ ഓരോ ഭാഗം വരെ നശിപ്പിച്ചു. വേലു നച്ചിയാറിന്റെ ദത്തുപുത്രിയായ കുയിലി ഇങ്ങനെയാണ് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചാവേർ ബോംബായി മാറിയത്. കുയിലിയുടെ യഥാർത്ഥ പേര് ഉദയാൽ എന്നായിരുന്നു. പിന്നീട് കുയിലിയുടെ സ്മരണയ്ക്കായി നച്ചിയാർ ഒരു വനിതാ സൈന്യത്തെ നിർമ്മിക്കുകയും ഉദയാൽ എന്ന് പേരിടുകയും ചെയ്തു. വെടിമരുന്ന് ശേഖരവും ആയുധങ്ങളും നഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാർ നച്ചിയാർക്ക് മുന്നിൽ മുട്ടുമടക്കി. ബ്രിട്ടനെതിരെ വിജയത്തിന് ശേഷം വേലു നച്ചിയാർ ഒരു ദശാബ്ദ കാലം ശിവഗംഗ രാജ്യം ഭരിച്ചു. അവൾ മകൾ വെല്ലച്ചിയെ സിംഹാസനത്തിന്റെ അവകാശിയാക്കി. ഹൈദർ അലിയുടെ പരിധിയില്ലാത്തതും സമയോചിതവുമായ സഹായത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി വേലു നച്ചിയാർ സരഗാരിയിൽ ഒരു പള്ളിയും പണിതു. ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താനുമായി അവർക്ക് നല്ല സൗഹൃദ ബന്ധവും ഉണ്ടായിരുന്നു. ഒരു സഹോദരനെ പോലെ ടിപ്പു സുൽത്താനെ സ്നേഹിച്ചു. 66-ാം വയസ്സിൽ ധീര വനിത റാണി വേലു നച്ചിയാർ 1796 തന്റെ പ്രിയപ്പെട്ട രാജ്യമായ ശിവഗംഗയിൽ വെച്ച് തന്നെ അനശ്വരത പുൽകി. എന്തായാലും തമിഴകം മറന്ന റാണി വേലു നച്ചിയാരെ മോദി മൻ കി ബാത്തിലൂടെ ഓർമ്മിക്കുമ്പോൾ അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. ആ ലക്ഷ്യം ലോക്സഭയിൽ പ്രതിഫലിക്കുമോ എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം.